സിമ്പിളായിട്ട് അടിപൊളി ടേസ്റ്റിലൊരു നത്തോലി പീര പറ്റിച്ചാലോ. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു ചട്ടിയിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മീനിനനുസരിച്ച് തേങ്ങയുടെ അളവിന് കൂട്ടിയെടുക്കാവുന്നതാണ്. ഇനി വേണ്ടത് ചതച്ചെടുത്ത 2-3 ചെറിയ ഉള്ളി, ഇത്തിരി ഇഞ്ചി, 2 പച്ചമുളക്. ഇതിൻ്റെ കൂടെ തന്നെ കഴുകി കുതിർത്തെടുത്ത കുടംപുളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മാങ്ങയാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി വേണ്ടത് 1/4 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയും ഉലുവ പൊടിച്ചതുമാണ്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതുകൂടെ ചേർത്ത് കൊടുക്കാം. ഓരോ ടീസ്പൂൺ വീതം എരിവുള്ള മുളക് പൊടി, എരിവില്ലാത്ത മുളക് പൊടിയുണ്ട്. പിന്നെ വേണ്ടത് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. അപ്പം ഞാനിത് തിരുമ്മി എടുക്കുന്ന സമയത്തിൽ വെളിച്ചെണ്ണ ചേർക്കാൻ മറന്നുപോയി. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ തിരുമ്മി എടുത്തതിന് ശേഷം ഇച്ചിരി വെളിച്ചെണ്ണ ചേർത്ത് കുറച്ചുകൂടി ഒന്ന് തിരുമ്മി ചേർക്കുന്നുണ്ട്. ഇനി ഞാൻ കഴുകി വെട്ടി വെച്ചിരിക്കുന്ന മീനില്ലേ, അതിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇത്തിരി വലുതായതുകൊണ്ടാണ് ഞാൻ 2ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ടത്. പീര പറ്റിക്കാനല്ലേ, കറിക്കായിരുന്നെങ്കിൽ നീളത്തിൽ തന്നെ ഇടാവുന്നതാണ്. ഇനി ഞാൻ എൻ്റെ കയ്യിൽ പറ്റിയിരിക്കുന്ന അരപ്പ് കുറച്ച് വെള്ളം ശകലം ചാലിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അതൊന്ന് വേകുന്ന സമയം കൊണ്ട് നമുക്കൊരു 2-3 നത്തോലി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതും ഒന്ന് ഫ്രൈ ആകട്ടെ. നമ്മൾ വേവിക്കാൻ വെച്ചിരിക്കുന്ന മീൻ ഇപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ ഊറി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അതിനകത്തുനിന്ന്. ഇനി ഒന്ന് ഇളക്കി മൊത്തത്തിലൊന്ന് യോജിപ്പിച്ചിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് അടച്ച് വെക്കണം. അരപ്പും മീനും എല്ലാം കൂടി ഒന്ന് ഒരുപോലെ ആകണ്ടേ, അതുകൊണ്ടാണ് കേട്ടോ. ഒന്നുകൂടി ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാവുന്നതാണ്. വേണമെന്നുണ്ടെങ്കിൽ ഉപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതിനകത്തിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. നത്തോലി പീര സൂപ്പറായിരുന്നു കേട്ടോ. ഞാനൊരു ഇത്തിരി വെളിച്ചെണ്ണ കൂടി അതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഇന്നത്തെ ഊണ്.